ദേശീയപാത വികസനം കാരണം വലിയ ബുദ്ധിമുട്ടിലാണ് തൃശൂർ കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പള്ളിനട നിവാസികൾ. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയായതോടെ റോഡിന് ഇരുവശങ്ങളിലേക്കും കടക്കാനാവാത്ത അവസ്ഥയാണ്. 1 കിലോമീറ്ററിലേറെ ദൂരം ചുറ്റിവളഞ്ഞ് മറുവശം കടക്കേണ്ടതിനാൽ ഗോവണി സ്ഥാപിച്ച് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ആ നാട്ടുകാർ. കൊടുങ്ങല്ലൂരിന്റെ തീരപ്രദേശങ്ങളിലൊന്നായ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പള്ളിനട കിഴക്കുഭാഗത്തുള്ളവർക്കാണ് ഈ ദുരിതം. റോഡ് മുറിച്ചു കടന്ന് മറുവശത്തെത്തണമെങ്കിൽ പ്രായമായവരും കുട്ടികളും സ്ത്രീകളുമടക്കം എല്ലാവരും ഈ ഗോവണി കയറിയിറങ്ങണം. ദേശീയപാത 66ന്റെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തി ഉയർത്തി നിർമ്മിച്ചതോടെ 2 മാസം മുൻപാണ് നാട്ടുകാർക്ക് ഗോവണി ആവശ്യമായി വന്നത്. പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡ് ദേശീയപാതയുടെ ഉയരത്തിനൊപ്പം തന്നെ സമാന്തരമാണ്. എന്നാൽ കിഴക്കുഭാഗമാകട്ടെ താഴ്ന്നു കിടക്കുന്നതിനാൽ ഇവിടുത്തെ സർവീസ് റോഡ് ദേശീയപാതയിൽ നിന്ന് താഴ്ന്നാണ് നിൽക്കുന്നത്. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് റോഡിന് ഇരുവശങ്ങളിലും സ്റ്റോപ്പുകളുമുണ്ട്. കൃത്യസമയത്ത് ബസ് സ്റ്റോപ്പുകളിൽ എത്തുന്നതിനാണ് നാട്ടുകാരിലേറെ പേരും ഈ പെടാപ്പാട് പെടുന്നത്. ഭയങ്കര അപകടമാണ്. ഇതിലെ വൺവേണി ബസ്സുകളും വണ്ടികളും ഇങ്ങനെ ചീഞ്ഞാറി പോയാണ്. അതുകൊണ്ട് ഇപ്പോൾ കോണി വെച്ച് പോകുന്നുണ്ട്. സ്കൂൾ പിള്ളേർ ഇവിടെ ഇറങ്ങിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അപകടം വളരെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. പള്ളിനടയിലെ പ്രധാനപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും സ്കൂളും വില്ലേജ് ഓഫീസുകളും എല്ലാം പ്രവർത്തിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്. ഇവിടേക്ക് പോകേണ്ടവർക്കും ഗോവണി തന്നെ ശരണം. 1 കിലോമീറ്ററിലേറെ ചുറ്റിവളഞ്ഞ് റോഡ് മുറിച്ച് കടക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നാട്ടുകാർ നേരത്തെ പലതവണ പരാതി ഉന്നയിച്ചതാണ്. എന്നാൽ NHAയും ജനപ്രതിനിധികളും പരാതി അവഗണിക്കുകയായിരുന്നു. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി പള്ളിനടയിൽ ഒരു ഇരുമ്പുമേൽപ്പാലമെങ്കിലും സ്ഥാപിക്കാൻ അധികാരികൾ തയ്യാറാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് മലയാളം, തൃശൂർ.